என் சில்லுக்கு சட்ட நீ வெயிட்டு கட்ட லவ் சொட்ட சொட்ட டாக் மீ Hey my dear മച്ചാൻ നീ മനസ്സ് എനിക്കെന്താ കറണ്ട് അടിച്ചാ ക്ലിയർ ചേട്ടാ അസോസിയേഷന്റെ പരിപാടിയിൽ സ്റ്റേജിൽ കയറി ഈ കോപ്രായമായിട്ടാണ് എനിക്ക് കാണിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ അവിടെ നിർത്തോട്ടെ, ഞാൻ സ്റ്റേജിൽ എത്തിച്ചോളില്ല. അഭിപ്രായമാണ് ഇത് ഡാൻസ് അല്ലേ എടാ അതിനൊക്കെ ഒരു കഴിവ് വേണം. എന്റെ സ്മിത ഇന്നത്തെ കാലത്ത് കൈ കാശ് വന്നിട്ട് വീട് പണിയാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. ലോണെടുത്തും കഷ്ടപ്പെട്ടും കടം വാങ്ങി തന്നെയാണ് എല്ലാവരും ഇന്ന് വീട് വെക്കണത്. അതുപോലെയാണ് ഈ കഴിവിന്റെ കാര്യം. പരിശ്രമിച്ച് കഷ്ടപ്പെട്ട കൊണ്ടാകണ നാളത്തിന്റെ പേരാണ് ഈ കഴിവെന്ന് പറഞ്ഞ. കഷ്ടപ്പെടാൻ ഞാൻ റെഡിയാണ്. പക്ഷെ നാട്ടുകാർ റെഡിയുള്ളൂ ചേട്ടാ. ചേട്ടാ എന്താണ് എല്ലാരെയും കൊണ്ട് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റൂല ചേട്ടാ. ചേട്ടാ ഞാൻ ഒരു മൊണ്ണെന്ന് അറിയാൻ ഞാൻ എന്റെ ശിക്ഷൻ ബ്രൂണോ വരെ പാട്ട് പാടണം. ഞാൻ ഒരു കഴിവില്ലാത്തൊരു ഒരു മൊണ്ണ. ചേട്ടാ ചേട്ടനെ പോലെ അന്തസ്സോടെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന മനുഷ്യരുടെ ചങ്കിന് സ്നേഹമില്ല ചേട്ടാ. അതാണ് ചേട്ടാ യഥാർത്ഥ ടാലന്റ്. ലവ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ടാലന്റ് ചേട്ടാ. എന്റെ ചേട്ടക്കാർക്ക് ടാലന്റ് ഉണ്ട്. Sweetie, you are right. എന്നാലും ഞാൻ ഈ ഡാൻസ് കളിക്കും. പിന്നെ ചേട്ടൻ കിച്ചൺ ഡാൻസ് കളിക്കാൻ മേലെ. എന്താണ് പറഞ്ഞത് നീ? അല്ല പിന്നെ അതാവുമ്പോ പ്രാക്ടീസ് ഉണ്ടല്ലോ. അതും കളിക്കും. ഇത് മെയിൻ. ചേട്ടോ ഹലോ അച്ഛാ, ഈശോമിശിഹായ്ക്ക് സുഖമായിട്ട് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ആടാ സുഖമായിരിക്കട്ടെ. ഇവിടെ കുറെ നാളായല്ലടാ നിന്നെ പള്ളിയിലോട്ട് കണ്ടിട്ട്. അതിനിപ്പോ ഇനി നീ കിടന്നേ വരുള്ളൂ. അച്ഛാ അങ്ങനെയൊന്നും പറഞ്ഞെന്നെ വെഞ്ചരിക്കല്ലേ അച്ഛാ. അച്ഛാ ഞാൻ വിളിച്ചത് നീ ചോദിക്കടാ. ഞാൻ 50 നോൻപെടുക്കേണ്ട അച്ഛാ. വളരെ നല്ല കാര്യം. അപ്പൊ വെജിറ്റബിൾ മാത്രമല്ല കഴിക്കണത്, എന്തെങ്കിലും ലൂപ്പുകൾ ഉണ്ടാന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ് അച്ഛാ. ലൂപ്പുകളാ? അച്ഛാ ഈ ഉണക്കമീൻ കഴിക്കണോണ്ട് കുഴപ്പമുണ്ടോ അച്ഛാ? എന്തുണക്കമീൻ? ആ കടവറാലാണ് അച്ഛാ. ഓ അച്ഛാ അച്ഛനെന്താ പറഞ്ഞു ചേട്ടാ? അച്ഛനെന്താണ്ടൊക്കെ പറഞ്ഞു കിട്ടിയല്ലേ? പുള്ളി കാതടിച്ചു പോയത്. ഇതെന്താ ചെയ്യണത്? അല്ല ഉണക്കമീൻ വറക്കണ? അല്ല പിന്നെ പരിപാടി കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും തിന്നട്ടെ നമുക്ക്. എന്റെ പൊന്നിയേട്ട ഈ ഉണക്കമീനൊക്കെ വറുത്താണ്ട് പുറത്തു പോകുമ്പോ ഉടുപ്പേ മണം പിടിക്കൂലേ? അങ്ങോട്ട് എപ്പോഴും ഉള്ളത് എവിടെ പോകുമ്പോഴെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത പണി നോക്കി. ചേട്ടാ ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്താണ്? നമ്മുടെ മേരി ചേച്ചിയില്ലേ, മേരി ചേച്ചിന്റെ മകനെ അവണ്ടായിട്ട് സാമൂഹ്യാണെന്ന് താൻ കേട്ടായിരുന്നു? നീ എന്തിനാണ് ഈ കുച്ചു കുച്ചിക്കണ സ്ഥലത്ത് സംസാരിക്കണത്? ഇവിടെ ആരുമില്ലല്ലോ കേൾക്കാനായിട്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഈ രീതിയിലേ പറയാൻ പറ്റുള്ളൂ. അതാ അതിന്റെ ഒരു സ്റ്റൈൽ. അതൊക്കെ പോട്ടെ. ഞാൻ വിചാരിക്കണേ ചേട്ടാ, ഈ പിള്ളേർക്കൊക്കെ എന്ത് പറ്റുന്നാണോ ഒന്ന് പറഞ്ഞ് 2 കഴിയുമ്പോഴത്തേക്കും ഡൈവേഴ്സിനെ കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കണേണ്. നമ്മ കിട്ടിട്ട് എത്ര വർഷമായി താൻ ചിന്തിച്ചിട്ടുണ്ടോ ഡൈവേഴ്സിനെ കുറിച്ച് എത്ര നാളായിട്ട്? അതാണ് പിള്ളേരെ കൊണ്ടില്ലേ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കും തോന്നിയിട്ടുണ്ട്. എന്നാ കൊല്ലടി, കൊല്ലി. അല്ല നമ്മളെന്തിനാ കണ്ടവരുടെ കാര്യം പറഞ്ഞ് വീട്ടിൽ കിടന്ന് തല്ലുപിടിക്കണത്? എന്തിനാ കണ്ടവരുടെ കാര്യം നമ്മുടെ വീട്ടിൽ പറയാൻ പോണം? അപ്പൊ പിന്നെ വീട്ടിൽ ഒരു കാര്യവും പറയാൻ പറ്റൂലേ? എന്റെ അമ്മോ, നീ ആ പിള്ളേർ പെട്ടെന്ന് വിളിപ്പിച്ച പരിപാടിക്ക് പോകണ്ടാണ്. ഇവളെന്ന് വന്നാന്നറിയാൻ പാടില്ല. ശരിയേ, ഞാനെന്തായാലും എന്റെ കയ്യിലൊക്കെ എത്തില്ലേ. എന്റെ ഡാൻസിന്റെ തൊട്ട് മുമ്പേ ഞാൻ അടിക്കുള്ളൂ. അതാവും വേണ്ടല്ല, നാട്ടുകാരൊക്കെ കണ്ട് തിമ്പതിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് വേണ്ടല്ല ഡാൻസിന് പൂര കയ്യടിയായിരിക്കും. ശിഷ്യം ബ്രൂണോയാണ്. എന്താ ബ്രൂണോ? ഹലോ ആശാനെ, ആ ചാട്ടിക്കൊന്ന് ഫോൺ കൊടുത്തേ ആശാനെ. ആ ചേട്ടിക്കാ
ബ്രൂണോന് എന്നോട് സംസാരിക്കണം. ആശാരിക്കണം. എന്നാ വിളി. ഹലോ ആ ആശാട്ടി ആ ബ്രൂണോ പറഞ്ഞോ. ആശാട്ടിക്ക് ഒപ്പനല്ലേ കളിക്കണത്? ആ ഒപ്പനയുള്ള കളിക്കണേ. ആ ഒപ്പന കളിക്കുമ്പോ നടുക്ക് വെക്കാനുള്ള നിലവിളക്കില്ലേ, അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് അച്ഛൻ പറഞ്ഞ ലാറ്റിൻ വാക്കുകൾ ഓർമ്മയുണ്ട്. ലാറ്റിൻ വാക്കൊന്നും എനിക്ക് ഓർമ്മ. താൻ തന്നെ സഹിച്ചാൽ മതി. എന്താ ബ്രൂണോ? ആ പിന്നെ ഇല്ല ആശാനെ നമ്മുടെ പരിപാടിക്കൊക്കെ ആശാനെ പോലെ കോട്ടും ചുട്ടിട്ട് വരുന്ന വേറൊരു തെണ്ടിയില്ല ആശാനെ. ബ്രൂണോ എന്തോ ആ തെണ്ടി എന്നെ തേച്ചാശാനെ. ഓളടിച്ചല്ല നിന്നെ തേച്ച. അത് നീ രക്ഷപ്പെട്ടെ എന്താന്നറിയാവാ? ഈ ലോകത്ത് തേക്കപ്പെട്ടവൻ, റിജക്ട് ചെയ്യപ്പെട്ടവർ, ഇവരൊക്കെയാണ് പിന്നീട് വലിയ വലിയ ആൾക്കാരാണത്. ആണാശാനെ, സത്യമാണ് ആശാനെ. നീ രക്ഷപ്പെട്ട്. എങ്കിലും ആശാൻ ഒരു ചെറ്റനല്ല. ബ്രൂണോ ഞാൻ വലിയ ആളാകാതിരിക്കാനല്ല ആശാനെ, എല്ലാറിഞ്ഞിട്ടും ആശാൻ എന്നെ ഇതുവരെ തേക്കാഞ്ഞത്. ബ്രൂണോ പള്ളിയിൽ അച്ഛൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും കുറച്ചിലാറ്റ് ഞാൻ പഠിക്കും. നല്ലോണം ചെലവാകുകയെ. ചേട്ടാ ഞങ്ങൾ റെഡിയാണ് ചേട്ടാ. നീ വേഗം ഷൂസ് പോയിട്ടെ. വേഗം ശരി. അല്ല മണി എത്ര മണിക്കാണ്? 6 മണിക്കാട്ടാ. അപ്പൊ കൃത്യമായിട്ട് അതെന്താ എല്ലാരും ആ സമയത്തല്ലേ വരുള്ളൂ. വെറുതെ ചുമ്മാ നമ്മ പോയി നേരത്തെ പോയി പോച്ചടിക്കണം. അങ്ങനെ എല്ലാരും ചിന്തിച്ചാണ് ഇങ്ങനെ ആയിപ്പോകും. ഈ കഴിക്കുന്നത് പറ്റിയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? ഒരേപോലെ പറഞ്ഞു കേട്ടോ. ആർക്കും IC വീണാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അതല്ലേ എല്ലാരും വീണ്ടിരിക്കണേ. എനിക്ക് മനസ്സിലായി. നീ എവിടെയെങ്കിലും ഇറങ്ങാൻ പോകാൻ നേരത്തെ അപ്പൊ ഓടി ബാത്റൂമിൽ കയറും. ഞാൻ പിള്ളേരായിട്ട് പോണ കേട്ടാ. കാരണം ഉണ്ടാവും. മക്കളെ കർത്താവേ, എല്ലാ സ്റ്റെപ്പും കൃത്യമായിട്ടൊന്ന് ഉറപ്പിച്ച് തന്നേക്കണേ. എന്താണ് എന്റെ മുന്നിൽ വെറുത്തിരിക്കണത്? എന്റെ ഡാൻസിനോർത്താണ് ടെൻഷൻ. അതൊന്നും ഓർത്തിട്ടല്ല, അത് കാണാൻ പോണ ആൾക്കാരെ കുറിച്ച് ഓർത്തിട്ടാ ടെൻഷൻ. എന്റെ സ്മിത, നമ്മളെന്തോ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടന്നാലേ ഉള്ളൂ സകല പ്രശ്നങ്ങളും. നമ്മളൊക്കെ ഒന്നുമല്ലെന്ന് അങ്ങോട്ട് വിചാരിക്കുന്നത്. അപ്പൊ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഇങ്ങനെ ബലം പിടിച്ചിരിക്കല്ലേ. ചിൽ ചിൽ ബേബി. പറ്റണവരൊക്കെ അങ്ങോട്ട് ആഘോഷിക്കണോടെ നമ്മുടെ ജീവിതം. ആഘോഷം എന്നൊക്കെ പറയണത് നമ്മുടെ അവകാശമാണ്. നീ എന്റെ ഡ്രസ് എടുത്തില്ലേ ഡാൻസിന്റെ? എടുത്തു. ആ പാട്ടിന്റെ USB എടുത്തില്ലേ? എന്താ വണ്ടി തിരിക്കണ? എന്താണ് പാട്ട് USB മറന്നുപോയി ചേട്ടാ. അത് പിന്നെ നമുക്ക് അടുത്ത പരിപാടിക്ക് കളിക്കാല്ലേ? ഡാൻസ് കളിക്കാതെ പറ്റൂല. നിനക്ക് അറിയാലോ. ഞാൻ കഴിഞ്ഞ കാണിച്ചു വെച്ചേക്കണുണ്ട്. ഇനി ഡാൻസ് ഇല്ലാണ്ട് പറ്റൂല. മക്കളെ ഇവിടെ ഇരിക്കട്ടാ. അപ്പൊ പോയി ആ USB എടുത്തിട്ട് ചേട്ടാ എന്തായാലും വന്നാലേ ഞാനും കൂടി വന്നു. എനിക്ക് സാധനം എടുക്കാനുണ്ട്. നീ അടപ്പ് ഓഫ് ആക്കിയിട്ടില്ല. സോറി ഏട്ടാ, മറന്നുപോയി ഞാൻ. ആദ്യം പോയി. ദൈവം രക്ഷിച്ച്. ചിലയൊക്കെ സംഭവിക്കണതേ ചിലയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്റെ USB, എന്റെ ഡാൻസേ. ചേട്ടൻ കളിക്കേട്ടാ. എനിക്ക് 10 പ്രാവശ്യം കാണണം. ഏ മന്ദിരവാദി നീ കെടിക്ക് കെടി.